മദനിയുടെ കാര്യത്തെക്കുറിച്ച് പി ജയരാജന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല പി ജയരാജൻ എഴുതിയിട്ടുള്ളത്. അതേ പുസ്തകത്തിൽ തന്നെ ഈ തീവ്രവാദ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ തീവ്രവാദ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന സമീപനം മദനി എടുത്തതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയായി. ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിച്ച മലയാളിയായ നിങ്ങളുടെ ഒരു സഹപ്രവർത്തക, ഒരു വനിതാ പത്രപ്രവർത്തക, അവരെ ഭീകരവാദ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്കെതിരായിട്ട് കേസ് ചാർജ് ചെയ്യാനുള്ള നീക്കമുണ്ടായി. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്. നമ്മൾ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ടല്ലോ, എല്ലാ മഹാന്മാർക്കും ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയകാല ചരിത്രത്തിൽ പല കുറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെല്ലാം സൂക്ഷ്മമായി വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. മഹാത്മാഗാന്ധി ഇതൊക്കെ തുറന്നു പറയേണ്ടിയിരുന്നു എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള തൻ്റെ പഴയകാലത്തെ ചില കാര്യങ്ങൾ സത്യസന്ധമായി ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട്, എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട്. എവരി സെയിന്റ് ഹാഡ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഇന്ന് തെറ്റ് ചെയ്ത ഒരാൾക്ക് അയാൾ തെറ്റ് ചെയ്തു, ഇനി ഒരിക്കലും അയാൾ നന്നാകാൻ പാടില്ല നമ്മൾ പറയാൻ പാടുണ്ടോ? പാടില്ല. മാനസാന്തരപ്പെട്ട് അയാൾ നന്നാവണം. മദനി തീവ്രവാദപരമായ നിലപാടെടുത്തിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കില്ലാത്ത അദ്ദേഹത്തെ പങ്കാളിയാക്കി വിചാരണ ചെയ്ത് ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ അത് വേറൊരു മദനിയാണ്. തൻ്റെ മുമ്പത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെ എത്ര തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മദനിയാണ്. ആ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തുടങ്ങിയ മദനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി. അതിനകത്ത് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. ആർക്കെങ്കിലും വേണേൽ മുദ്രയടിക്കാം. രണ്ടാമത്തെ മദനിയുടെ സുഹൃത്താണ് ഞാൻ, യാതൊരു സംശയമില്ല. അദ്ദേഹം തൻ്റെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അത് തിരുത്തണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പി ജയരാജന്റെ ഗ്രന്ഥത്തിൽ ഇത് രണ്ട് ഭാഗവും പറയുന്നുണ്ട്. അതിലൊരു ഭാഗം മാത്രം എടുത്ത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തിലെ തെറ്റായ നിലപാടുകളെ കേൾക്കുന്നവരുടെ മനസ്സിൽ തീ കൊളുത്തുന്ന പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, വികാരം ആളിക്കത്തിച്ചുകൊണ്ട്. ആ മദനി ഇപ്പം ഇല്ല, എത്രയോ കാലമായിട്ടില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.